ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെ അടുക്കളയിലേക്ക് സവാള ഒരുക്കാനായിട്ട് വിളിക്കാൻ കേട്ടോ സച്ചി വിളിക്കുന്ന സമയത്ത് സുധിക്ക് അത് തീരെ പിടിക്കുന്നില്ല. സുധി തൻ്റെതായ രീതിക്ക് പ്രതികരിക്കുന്നൊക്കെയുണ്ട്. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് രവി വരുന്നത്. രവിയോടായിട്ട് സുധി പറയുകയാണ്, അച്ഛാ ഇവരെന്നോട് യാതൊരു ബഹുമാനവും ഇല്ലാതെയാണ് പെരുമാറുന്നത്. എന്നോട് സവാള ഒരുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് തലയിരിക്കുമ്പോൾ വാലാണ്ട കാര്യമില്ല, നീ എന്തിനാ ഏട്ടനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് നമ്മുടെ സച്ചിയോടായിട്ട് രവി ചോദിക്കാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ സച്ചിയുടെ മുഖഭാവം വേഗം തന്നെ മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, അവനോട് ആരും പറയേണ്ട കാര്യമില്ല, അവൻ തന്നെ സവാള ഒരുക്കുള്ളൂ. ഇല്ലട മോനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുധിക്ക് ഒരു അടി കിട്ടിയ അവസ്ഥയാണ് കേട്ടോ. വേഗം തന്നെ സച്ചിയും ശ്രീകാന്തും വലിയ വായിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രവി വീണ്ടും പറയും, സുധി വേഗം സവാള അരിഞ്ഞു കൊടുക്കരുത്, അവിടെ എല്ലാവരും പ്രശ്നിരിക്കുകയാണ്. പിന്നെ അച്ഛൻ്റെ ഇതിൽ സഹായം നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട അച്ഛൻ, ഞാനും സച്ചിയേട്ടനും ഇവിടെ ഇല്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചിയും പറയാണ്ട്, അച്ഛൻ പൊക്കോളും, ഞങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നോളാം, അച്ഛൻ അവിടെ പൂമാലയുടെ എണ്ണ കിടത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രവീനെ അവിടെ നിന്ന് പറഞ്ഞയക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് സുധി പറയുന്നുണ്ട്, അച്ഛൻ നൈസായിട്ട് മുങ്ങിനി ഞാൻ എന്ത് ചെയ്യും, ഇത്രയും ഡിഗ്രി സർട്ടിഫിക്കറ്റുള്ള ഞാൻ എഴുതുന്ന സവാള ഒരുക്കാനാണ്, ഞാൻ എന്ത് ചെയ്യാനാ, എൻ്റെ ഗതികേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇത് സമയത്ത് സച്ചി പറയുന്നുണ്ട്, സവാള ഒരുക്കണം, നിനക്ക് കഴിക്കണമെങ്കിൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല എന്ന് നമ്മുടെ സുധി പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് സുധിയും പറയാണ്ട് എനിക്കും ഇഷ്ടമല്ല, ഞാനും കഴിക്കാറില്ല എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഏട്ടത്തി ഇത് ഏട്ടൻ പച്ചക്കറി ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത്, അതല്ല ശ്രീകാന്ത്, ഞാനും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കഴിക്കാറില്ല, ശ്രുതിക്കും അത് ഇഷ്ടമല്ല, അതിൻ്റെ ചുവ അത്ര തീരെ പിടിക്കില്ല എന്നൊക്കെ ശ്രുതി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതിയും പറയട്ടോ, അതെ എനിക്കും തീരെ പിടിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഈ സാധനവും വേണ്ട, ഞാൻ ഉണ്ടാക്കാനും നിൽക്കുന്നില്ല, വാ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇത് സമയത്ത് സച്ചി പറയുന്നുണ്ട്, അവൻ മുങ്ങി, അവൻ്റെ ഭാര്യ വന്നപ്പോൾ അവന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമായി, എന്തായാലും വാ ശ്രീകാന്ത്, നമുക്കൊരു അറിയാം, എന്തറിയാനുള്ള സവാളയല്ല, അതാദ്യം ഞാൻ അറിയാം, എന്നിട്ട് പിന്നെ ക്യാരറ്റ് എല്ലാ സാധനങ്ങളും അരിഞ്ഞു തരാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും ശ്രീകാന്തും കൂടെ കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പൂകെട്ടുന്നവരുടെയായിട്ട് വർഷ പറയുന്നത്, നിങ്ങളാരെങ്കിലും ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല, നല്ല സൂപ്പർ ഫുഡാണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന് ദേവു മറുപടി പറയട്ടോ. ദേവുവിൻ്റെ മറുപടി കേട്ടുകൊണ്ട് ചന്ദ്ര ദേവുവിനെ രൂക്ഷമായി തന്നെ നോക്കുകയാണ്. ഈ ഒരു സമയത്ത് പൂ കിട്ടുന്ന ചേച്ചിമാർ ചിലർ പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാമെന്നൊക്കെ പറയുന്ന സമയത്ത് അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാരണം അത്ര നല്ല ഫുഡാണ് ശ്രീകാന്ത് വെക്കുന്നത്, ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ അവനെ പ്രേമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയും കൂടി ഭക്ഷണം ഓർഡർ ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആരും തന്നെ കോൾ എടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ വിശന്നിട്ടാണ്, ചെറുകുടൽ ഇപ്പം തന്നെ വൻകുടൽ തിന്നുമെന്തോ അതേ അവസ്ഥയിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയർ തിരുമ്മിക്കൊണ്ട് കിടക്കാം കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ റേഞ്ച് കിട്ടാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്താണ് രവി ചോദിക്കുന്നത്, നിങ്ങൾ ഇത് എങ്ങോട്ടേക്ക് ഫോണും പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ല അച്ഛാ എനിക്കും ശ്രുതിക്കും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും, പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പോകുമായിരിക്കില്ലേ, വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് പിടിക്കില്ലല്ലോ എന്ന് ശ്രുതിയോടായിട്ട് രവി ചോദിക്കാൻ ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യട്ടെ കോള് വിളിച്ചുകൊണ്ട്. ഈ സമയത്താണ് എല്ലാവർക്കും ഉള്ള ഫുഡുമായിട്ട് ശ്രീകാന്ത് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്തിൻ്റെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. നമ്മുടെ ഭാമയാണെങ്കിൽ ശ്രീകാന്ത് എന്തായാലും അടിപൊളി ഫുഡായിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നണം, കാരണം തൻ്റെ മകൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡിനെ കുറിച്ചാണല്ലോ ഇത്ര വലിയ കാര്യമായിട്ട് ഭാമ പറയുന്നത്. എന്നാൽ പൂ കിട്ടുന്ന ചേച്ചിമാർ ദൈവമൊക്കെ പറയുന്നത് ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പൂ കിട്ടുന്നവരിൽ ഒരാൾ പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ റെസ്റ്റോറൻറ്റ് തുടങ്ങും, എന്തായാലും ഒരുപാട് ആൾക്കാർ വന്നു ചേരും, അത്രയും കൈപ്പുണ്യാണ് നിൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അതെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്കൊന്ന് വരാനെന്നൊക്കെ വേറെ ആൾ പറയട്ടെ. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്ര പറയുകയാണ്, എന്നിട്ട് വേണം അവിടെ വന്ന് ഹോസ്റ്റലിൽ നിന്നിട്ട്, അല്ലാതെ ഇവരുടെ കയ്യിൽ ഇത്രയും പൈസ എവിടെ നിന്നാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ താഴ്ത്തി കെട്ടുന്ന രീതിക്കൊക്കെയാണ് ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതി വിശന്നിട്ടാണ് കണ്ണ് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. അവസാനം ആരും കാണാതെ തന്നെ അടുക്കളയിൽ വന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. പെട്ടെന്ന് മറവിലൊരു നിഴൽ കാണുന്ന സമയത്ത് ശ്രുതി സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് ശ്രുതിയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ശ്രുതിനെ കണ്ട് ആകെ ചമ്മി നാറി നിൽക്കാണ്ട് ശ്രുതി പറയുന്നത്, എനിക്ക് വിശന്ന് കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു ശ്രുതി, അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും, ഞാനും അതുപോലെ തന്നെ എനിക്കും വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്ന് ശ്രുതിയും മറുപടി പറയുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത്, എന്തായാലും ശ്രീകാന്തിനെ അനിയൻ വെച്ചിരുന്ന ഭക്ഷണം സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, വേഗം കഴിച്ച് ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാവും എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്നാണ് ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി അടുക്കളയിലേക്ക് കയറി വരുന്നത്. വെള്ളം എടുത്ത് കുടിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയും മാറി നിന്ന് ഭക്ഷണം കഴിക്കുന്നത് സച്ചി കാണുന്നത് കേട്ടോ. സച്ചിനെ കാണുമ്പോഴത്തേക്ക് രണ്ടുപേരും ആകെ ചമ്മി നാണം കെടുകയാണ്. എന്നാൽ സച്ചി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. സച്ചി വേഗം കുടിക്കാനെടുത്ത് വെള്ളം എടുത്ത് ഇവർക്ക് ഇവിടെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും കുടിച്ചോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ദാഹിക്കുണ്ടായെന്നും പറഞ്ഞ് വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ.
പെട്ടെന്ന് തന്നെ ശ്രുതി പറയുന്നത് എന്തായാലും അവൻ കണ്ടു, ഇനിയിപ്പോൾ നാണിച്ചെന്നിട്ട് കാര്യമൊന്നുമില്ല, വയറ് നിറച്ചും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നാണം കെട്ടിട്ടാണ് രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് എല്ലാവരും കൂടെ ഹാളിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരുടെ സംസാരം എന്നത് ശ്രീകാന്തിൻ്റെ ഭക്ഷണം നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ഒരിക്കലും ഇതുപോലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ദേവു വേഗം തന്നെ ശ്രീകാന്തിന് ഷേക്കായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ശ്രീകാന്ത് എന്തായാലും ഭക്ഷണം നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല. ചന്ദ്ര വേഗം എന്ന് പറയുന്നുണ്ട് നീ ഇവിടെ പൂമാല കെട്ടാമെന്നല്ലേ, പോയി പൂമാല കെട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്ക് കാര്യം മനസ്സിലായി. അതായത് ഇവർ നമ്മൾ സംസാരിക്കുന്നത് അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ രേവതി ദേവുവിനായിട്ട് പറയും ദേവു ഇവിടെ ഒന്ന് പൂമാല കെട്ട്, വേഗം തന്നെ തീർക്കണ്ടേ അല്ലേന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവു പൂമാല കെട്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര വേഗം വർഷയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോവാണ്. എന്നിട്ട് റൂം പൂട്ടിയതിന് ശേഷം വർഷയോടായിട്ട് പറയാണ് നമ്മൾ പെണ്ണുങ്ങൾ വേണം ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കാനെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിതിനെ ശ്രദ്ധിക്കാനായിട്ട് ശ്രീകാന്തിന് തന്നെ അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പെണ്ണിനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എൻ്റെ ദൈവമേന്ന് ചന്ദ്ര പറയുകയാണ്. അതിന് ശേഷം പറയുന്നുണ്ട് വർഷ ആണുങ്ങൾ ചെളി കണ്ട ചവിട്ടും, പിന്നീട് കാല് കഴുകും, ഇതൊക്കെ അവരുടെ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം കണ്ടില്ല ആ ദേവു അവന് ശ്രഹിക്കാൻ കൊടുത്തത് മാത്രമല്ല അവരുടെ അടുപ്പം കൊണ്ട് നിനക്കൊന്നും തോന്നിയില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ആൻറ്റീന്ന് വർഷം മറുപടി പറയുകയാണ്. നിനക്ക് അങ്ങനെ തോന്നില്ല, മോളെ സൂക്ഷിക്കേണ്ട രീതിക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാകും, പിന്നീട് ഭാവിയിൽ നമ്മൾ കരയേണ്ടി വരില്ലല്ലോ എന്നൊക്കെയാണ് ചന്ദ്ര പറയുമ്പോഴത്തേക്കും വർഷ പറയുകയാണ് ഇതാണല്ലേ ആൻറ്റിയുടെ പ്രശ്നം, എന്നൊരു കാര്യം ചെയ്യാം, ആൻറ്റിയുടെ പ്രശ്നം ഇപ്പം തന്നെ ക്ലിയർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രയും വലിച്ചു പിടിച്ചുകൊണ്ട് നമ്മുടെ വർഷ ഹാളിലേക്ക് ഇല്ല കേട്ടോ. എന്നിട്ട് എല്ലാവരും മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് ശ്രീകാന്തും ദേവും തമ്മിലുള്ള സംസാരം കണ്ട് നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും സംശയം തോന്നിയോന്നും പൂ കെട്ടാമെന്ന് ഓരോ ചേച്ചിമാരോട് ചോദിക്കാണ്ട്. ഇത് കാണുന്ന സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ പക്ഷേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ദേവിയും ചോദിക്കട്ടെ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല അച്ഛ ശ്രീകാന്തും ദേവും തമ്മിലുള്ള നല്ല ബന്ധമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും രവി വേഗം ചന്ദ്രയെ നോക്കാട്ടെ, കാരണം ചന്ദ്രയ്ക്ക് മാത്രമേ ഇങ്ങനെ സംശയം ഉണ്ടാവുള്ളൂ എന്ന് രവിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് തന്നെ വർഷ പറയുന്നുണ്ട് ആൻറ്റിക്കാണ് സംശയം, ആൻറ്റി ശ്രീകാന്തും ദേവും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടപ്പം ഇത് സൂക്ഷിക്കണം, ഇവരെ സൂക്ഷിച്ചില്ല എന്നാണെങ്കിൽ ഇവർ വേറൊരു ബന്ധത്തിലേക്ക് പോകുമെന്നൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെയാണ് വർഷ പറയുന്ന സമയത്ത് ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കാണ്ട് എടി പാവി നീ എനിക്കൊരു നല്ല പണിയാളെ തന്നേക്കുന്നതെന്ന് ചിന്തിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രീകാന്ത് സച്ചിയും രവിയും എല്ലാം തന്നെ ചന്ദ്രയെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് വേഗം ചോദിക്കുകയാണ് എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് മറുപടി ഒന്നും പറയാനില്ല. അപ്പോൾ ദേഷ്യം കാരണം രവി വേഗം ചന്ദ്രനെ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകണ്ട. എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് നാണാവില്ലേ, നിന്റെ സ്വഭാവം ഇതൊരു മാറ്റി വെക്കാറായില്ലേ, നീ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തിയേ മതിയാകൂലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയുടെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ആകെ നാണം കെട്ടി നിൽക്കുന്ന ചന്ദ്രയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.